വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യം കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് മാർക്കറ്റിനെ കുറിച്ചാണ്. അതിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞാൽ ട്രഷറി ബില്ലാണ്. എന്താണ് ട്രഷറി ബില്ലെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചുരുക്കി പറഞ്ഞത്. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് ട്രഷറി ബിൽസ് തന്നെ രണ്ട് തരമുണ്ട്, അതായത് ടൈപ്സ് ഓഫ് ട്രഷറി ബിൽസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി, അല്ലെങ്കിൽ നമ്മളതിനെ റെഗുലർ ട്രഷറി ബിൽസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഓർഡിനറി അല്ലെങ്കിൽ റെഗുലർ ട്രഷറി ബിൽസ് എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, ദീസ് ആർ ഇഷ്യൂഡ് ടു the public and the RBI by a process of auction or bidding. The objective is to meet additional short-term financial needs of the government. Bids are invited usually for 14 days, 182 days, 91 days and 364 days treasury bills അല്ലേ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഓർഡിനറി ട്രഷറി ബിൽ എന്താണ്, അല്ലെങ്കിൽ റെഗുലർ ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഈ ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുക RBI ആണ്. ഈ RBI ഇഷ്യൂ ചെയ്യുന്ന ബിൽസാണ് ഇഷ്യൂ ചെയ്യുന്ന ട്രഷറി ബിൽസാണ് ഓർഡിനറി ട്രഷറി ബിൽസ് അല്ലെങ്കിൽ റെഗുലർ ട്രഷറി ബിൽസ്. അപ്പോൾ ഇത് പബ്ലിക്കിനാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. RBI എന്ത് ചെയ്യാണ്, പബ്ലിക്കിനാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ ബൈ ഓപ്ഷൻ വെച്ചിട്ട്, അതല്ലെങ്കിൽ എന്താണ് ബിഡിങ് മീൻസ് അതായത് നമ്മൾ ലേലം എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ്റെ അല്ലേ. അപ്പോൾ അതുപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രഷറി ബിൽ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന, RBI ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ട്രഷറി ബില്ലാണ് ഓർഡിനറി ട്രഷറി ബിൽ അല്ലെങ്കിൽ റെഗുലർ ട്രഷറി ബിൽ. അപ്പോൾ ട്രഷറി ബില്ലിനെ നമ്മൾ സാധാരണയായിട്ട് T ബിൽ എന്നാണ് പറയുക. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി ആരാണ്, RBI ആണ്. ഇത് പബ്ലിക്കിന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാണ്, ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, RBI ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് എന്ത് ചെയ്യണം, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ് എന്ത് ചെയ്യുക, അതിനുള്ളൊരു ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ട്രഷറി ബിൽസ്, ഓർഡിനറി ട്രഷറി ബിൽസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ RBI എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ട്രഷറി ബിൽസിൻ്റെ, ഓർഡിനറി ട്രഷറി ബിൽസിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ 14 ദിവസത്തെ കാലാവധിയിൽ ട്രഷറി ബിൽസ് എന്ത് ചെയ്യാം, RBIക്ക് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ 91 ഡേയ്സിൻ്റെ ട്രഷറി ബിൽസ് ഉണ്ട്, 182 ഡേയ്സിൻ്റെ ട്രഷറി ബിൽസ് ഉണ്ട്, 364 ഡേയ്സിൻ്റെ ട്രഷറി ബിൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ട്രഷറി ബിൽസിലെ ആദ്യത്തെ ടൈപ്പായിട്ടുള്ള ഓർഡിനറി അല്ലെങ്കിൽ റെഗുലർ ട്രഷറി ബിൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ടൈപ്പ്, അതായത് ട്രഷറി ബില്ലിലെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡോക്ക് ട്രഷറി ബിൽസാണ്. അപ്പോൾ എന്താണ് അഡോക്ക് ട്രഷറി ബിൽസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം these are issued in favor of RBI with a view to replenish government's cash balance by employing temporary surplus of state government and semi-government departments. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ RBI ആണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും അഗെയിൻ ഈ ട്രഷറി ബിൽസ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അത് സാധാരണയായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക്, അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റുകൾക്കൊക്കെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക്, അതല്ലെങ്കിൽ നമ്മൾ പറയുക മറ്റ് സ്ഥാപനങ്ങൾ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെമി ഗവൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സിന്, അവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊക്കെ ഒരു താൽക്കാലിക സമയത്തേക്ക്, ഒരു ചെറിയ പീരീഡിലേക്ക് അവർക്ക് എന്തുണ്ടാവുക, അവർക്കൊരു സർപ്ലസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ സമയത്ത് അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ബില്ലാണ് ട്രഷറി ബില്ലാണ്, അല്ലെങ്കിൽ T ബില്ലാണ് ശരിക്കും അഡോക്ക് ട്രഷറി ബില്ല്. അപ്പോൾ അഡോക്ക് ട്രഷറി ബില്ലും ഇഷ്യൂ ചെയ്യുന്നത് RBI തന്നെയാണ്. RBI ഇത് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ത് തന്നെയാണ്, അതായത് ഇവിടെ RBI ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്, ആദ്യം RBI ഇഷ്യൂ ചെയ്തത് എന്തായിരുന്നു, അത് പബ്ലിക്കിനായിരുന്നു. അതാണ് റെഗുലർ ബില്ല്, അല്ലെങ്കിൽ നോർമൽ ട്രഷറി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡിനറി ട്രഷറി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡോക്ക് ട്രഷറി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമി സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് തന്നെ എന്ത് ചെയ്യുകയാണ്, ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ് RBI ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള
താൽക്കാലികമായിട്ടുള്ളൊരു മെച്ചം ഉണ്ടാക്കുക, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു മെച്ചം ഉണ്ടാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ എന്താണ് ഒരു സർപ്ലസ്, ഒരു അഡീഷണൽ സർപ്ലസ് ഫോർ എ ഷോർട്ട് ടേം. അതാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിന്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് RBI ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ബില്ലാണ്, ട്രഷറി ബില്ലാണ് എന്ത് അഡോക് ട്രഷറി ബിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് banks are the main subscribers of such treasury bills because of they offer a stable and attractive returns, high liquidity and can be encashed at very short notice with RBI. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഈ അഡോക് ട്രഷറി ബിൽസ് ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരാണ്? ശരിക്കും ബാങ്കുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കിട്ടും, ഒരു അട്രാക്റ്റീവ് റിട്ടേൺസ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ RBI ഇഷ്യൂ ചെയ്തു തരുന്ന ബില്ലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഹൈ ലിക്വിഡിറ്റിയാണ്. വളരെ ഒരു ഷോർട്ട് നോട്ടീസിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഈ ബില്ലിനെ അല്ലെങ്കിൽ ഈ ട്രഷറി ബില്ലിനെ എന്താക്കാൻ പറ്റും, ക്യാഷ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ അഡോക് ട്രഷറി ബില്ലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ട്രഷറി ബില്ല് തന്നെ 2 തരത്തിലാണ് നമുക്കുള്ളത്. ഒന്ന് ഓർഡിനറി ട്രഷറി ബില്ലും, അല്ലെങ്കിൽ അതിനെ നമ്മൾ റെഗുലർ ട്രഷറി ബിൽ എന്ന് പറയും. അതല്ലെങ്കിൽ വേറൊരു ടൈപ്പ് എന്താണ് അഡോക് ട്രഷറി ബില്ലാണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് ട്രഷറി ബിൽസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ട്രഷറി ബിൽസ് ശരിക്കും എന്താണ് RBI ആണ് അത് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരപ്പെട്ട അതോറിറ്റി. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്, ഈ ട്രഷറി ബില്ല് എന്ത് ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഈ ട്രഷറി ബില്ലുകളെ, പബ്ലിക്കിന് കൊടുക്കുന്ന ട്രഷറി ബില്ലുകളെ നമുക്ക് എന്താണ് ഓർഡിനറി അല്ലെങ്കിൽ റെഗുലർ ട്രഷറി ബില്ലെന്നും, മറ്റ് ഗവൺമെൻറ് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അതല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് ആയിട്ട് ഈ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് എന്തും പറയാം, അഡോക് ട്രഷറി ബിൽസ് എന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഡെഫിസിറ്റ് ആയിട്ടുള്ള, അതായത് ഷോർട്ട് ടേമിലേക്ക് ഒരു ഡെഫിസിറ്റ് ആയിട്ടുള്ള ഫണ്ട്, ആ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് അത് മീറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അതാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് അതല്ലെങ്കിൽ RBI മുഖാന്തരം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്, ഷോർട്ട് ടേമിലേക്കുള്ള ഫിനാൻഷ്യൽ നീഡ് അത് കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ ചെയ്യുന്നത്, ഈ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ട്രഷറി ബില്ലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ള അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി അല്ലേ. അപ്പോൾ എന്താണ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി എന്നാണ്. അപ്പോൾ കോൾ മണി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. അപ്പോൾ കോൾ മണി റെഫേഴ്സ് ടു എ മണി ഗിവൺ ഫോർ എ വെരി ഷോർട്ട് പീരിയഡ്. ഇറ്റ് മേ ബി ടേക്കൺ ഫോർ എ ഡേ ഓർ ഓവർനൈറ്റ് ബട്ട് നോട്ട് എക്സീഡിങ് 7 days in any circumstances. Surplus funds of the commercial banks and other institutions are usually given as കോൾ മണി. അപ്പോൾ കോൾ മണി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വളരെ ഷോർട്ട് ടേമിലേക്ക് വേണ്ടുന്ന ഒരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ശരിക്കും ഈ കോൾ മണി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഒരു ദിവസത്തേക്ക്, അതല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഓവർനൈറ്റ് അല്ലേ, അതായത് ഒറ്റ ദിവസം കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ മാക്സിമം 7 ദിവസം, ഏതൊരു സാഹചര്യമാണെങ്കിലും ഒരു 7 ദിവസം വരെ ഒരു ഷോർട്ട് ടേമിലേക്കുള്ള ഒരു ഫണ്ട് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൾ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അതായത് സർപ്ലസ് ഫണ്ട്സ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ യൂഷ്വലി ഗിവൺ ആസ് കോൾ മണി. അപ്പോൾ പ്രധാനമായിട്ടും കോൾ മണി മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോൾ മണി മാർക്കറ്റിൽ പൈസ ലെൻഡ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളും അതുപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അവരുടെ സർപ്ലസ് മണി എന്ത് ചെയ്യുന്നത്, ഈ കോൾ മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കോൾ മണി മാർക്കറ്റ്. അപ്പോൾ കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടേമിലേക്ക്, ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ മാക്സിമം 7 ദിവസം അറ്റ് എനി സർക്കംസ്റ്റാൻസസ്. അപ്പോൾ അതിലേക്ക് ഉള്ള ഒരു ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കോൾ മണി മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോൾ മണി മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരുടെ സർപ്ലസ് എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ കോൾ മണി മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കോൾ മണി മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി എന്നുള്ളതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്ക് പറയാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റാണ്. അതായത് CDs എന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ചുരുക്കി പറയുക. അപ്പോൾ എന്താണ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഒന്ന് നോക്കാം. അതായത് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം, ആസ് പെർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഈസ് ഇഷ്യൂഡ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം ഓർ ആസ് എ യൂസൻസ് പ്രോമിസറി note against funds deposited at bank or other eligible financial institutions for a specific time period. അപ്പോൾ ഇതാണ് എന്ത് CDs. അപ്പോൾ CDs അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. RBI പറയുന്നത് എന്താണ്, CDs എന്ന് പറഞ്ഞാൽ എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്താണ്, നമ്മളുടെ ഒരു ഡെപ്പോസിറ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മളൊരു ഡെപ്പോസിറ്റ്, അതല്ലെങ്കിൽ ഏതെങ്കിലും എലിജിബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ ഒരു ഡെപ്പോസിറ്റിന്, അതായത് എന്ത് ചെയ്യണം, ഒരു പ്രോമിസറി നോട്ട് പോലെ തരികയാണ്. ആ ഒരു പ്രോമിസറി നോട്ടിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക്, ഇത്ര കാലത്തേക്ക് എന്താണ്, ആ ഒരു ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു റെസിപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു പ്രോമിസറി നോട്ടാണ് എന്ത്, ശരിക്കും എന്ത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് സാധാരണയായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കുകൾ, അതുപോലെ തന്നെ മറ്റ് എലിജിബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക കാലാവധിക്ക് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാറുണ്ട്, ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയുന്നത്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് ആർ മാർക്കറ്റബിൾ റിസീപ്റ്റ്സ് ഇൻ ബിയറർ ഓർ രജിസ്റ്റേർഡ് ഫോം ഓഫ് ഫണ്ട്സ് ഇൻ ബാങ്ക് ഓർ അതർ എലിജിബിൾ ഫിനാൻഷ്യൽ കുറേ പീരീഡ് അല്ലേ. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ബാങ്കുകൾ, അതല്ലെങ്കിൽ എന്താണ്, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റബിൾ റിസീപ്റ്റാണ് അല്ലേ, അതൊരു മാർക്കറ്റബിൾ റിസീപ്റ്റാണ്. അതായത് നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള ആ ഒരു റെസിപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു എന്താണ്, നോട്ട് എന്ന് പറഞ്ഞാൽ, പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റബിൾ റെസിപ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മാർക്കറ്റബിൾ റെസിപ്റ്റിന് നമുക്ക് എന്ത് കിട്ടിച്ചാൽ ഒരു സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. നമ്മളത് അതിന് യോഗ്യരാണ്. പിന്നെ അതുപോലെ തന്നെ ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ദേ ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ, ക്യാൻ ബി സോൾഡ് ടു സംവൺ എൽസ് ആൻഡ് ക്യാൻ ബി ട്രേഡഡ് ടു ദ സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പണം നിക്ഷേപിക്കാറുണ്ട്. അതായത് നമ്മളെങ്ങനെയാണ്, നമ്മൾ ഇവിടെ പറയുന്ന ഡെപ്പോസിറ്റ്സ് ആയിട്ട് നമ്മൾ നിക്ഷേപിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും എന്താണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ശരിക്കും ഒരാൾക്ക് വേറൊരാളുടെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ CDs നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ വിൽക്കാനോ അല്ലെങ്കിൽ വേറൊരാളുടെ പേരിലേക്ക് എന്ത് ചെയ്യാനോ മാറ്റാനോ ഒക്കെ നമുക്ക് പറ്റും. അത് സെക്കൻഡറി മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. സെക്കൻഡറി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വിൽക്കുകയോ അത് ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള അവസരം എവിടെ എന്തിനുണ്ട്, എന്തിൽ ചെയ്യാൻ പറ്റും, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ ചെയ്യാൻ പറ്റും. അതായത് ഫിക്സഡ് സേവിങ് ബാങ്കിനെ അപേക്ഷിച്ചിട്ട് ഇതാണ് അതിൽ കൂടുതലായിട്ട് വരുന്നൊരു കാര്യം. അപ്പോൾ പിന്നെ വേറൊരു പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ദ സ്കീം ഇൻ ജൂൺ 1989 പെർമിറ്റിംഗ് ദ ബാങ്ക്സ് ടു ഇഷ്യൂ CDs. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് CDs, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്കുകൾക്ക് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കൊടുത്തത് എന്നാണ്, ജൂൺ 1989 ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് മോഡിഫൈഡ് ഇറ്റ്സ് ഗൈഡ് ലൈൻസ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ സമയാസമയം എന്ത് ചെയ്തിട്ടുണ്ട്, CDസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ at present the minimum amount of CDs should be 1 lakh and the multiples of 1 lakh thereafter. The maturity period of certificate of deposit present should not be less than 7 days and not more than 1 year from the date of issue in case of CD issued by bank.
അപ്പോൾ ഇവിടെ പറയുന്നത് സി ഡീസിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ പ്രസൻറ്റ് സി ഡീസിൻ്റെ എമൗണ്ട്, മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 lakh റുപ്പീസാണ്. അതല്ലെങ്കിൽ 1 lakhൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മിനിമം 7 ദിവസമാണ് മിനിമം ടൈം പറയുന്നത്. അപ്പോൾ മാക്സിമം പറയുന്നത് 1 year ആണ്. അപ്പോൾ 1 year ആണ് മാക്സിമം അതിൻ്റെ മെച്യൂരിറ്റി ടൈം പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ issue CDs for a period not less than 1 year and not exceeding 3 years for the date of issue. അപ്പോൾ ബാങ്കുകൾ ഇങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും CDs എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടൈം പരിധി എന്ന് പറയുമ്പോൾ